ഗുഡ് ആഫ്റ്റർനൂൺ. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്ന് ഇതുവരെ പുറത്തുവന്ന പ്രധാന വാർത്തകളെ ആഴത്തിൽ പരിശോധിക്കുകയാണ് വാർത്താമഴ. നയപ്രഖ്യാപന പ്രസംഗത്തിൽ അസാധാരണ നീക്കവുമായി ഗവർണർ. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഭാഗം മാത്രം വായിച്ച് 1 മിനിറ്റ് 17 സെക്കൻഡുകൾക്കുള്ളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സഭ വിട്ടു. മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരായ രൂക്ഷ വിമർശനത്തിന് തൊട്ടു താഴെയുള്ള ഭാഗം മാത്രമാണ് ഗവർണർ വായിച്ചത്. And now I am reading the last para. Let us remember that the great legacy lies not in buildings or monuments, but in the respect and regard we show to the priceless legacy of the Constitution of India and the timeless values of democracy, secularism, federalism, and social justice. The essence of cooperative federalism is what has kept our country united and strong all these years. It is our bounden duty to ensure that this essence is not diluted. Together, as part of this varied and beautiful nation, we will weave the tapestry of inclusive growth and responsible resilience, overcoming all the challenges that are thrown our way. Jai Hind. നിയമസഭയ്ക്ക് മുന്നിൽ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചപ്പോഴും ഗവർണർ മുഖ്യമന്ത്രിക്ക് മുഖം നൽകിയിരുന്നില്ല. ഗവർണർ മടങ്ങിയതിന് പിന്നാലെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞതായി സ്പീക്കർ അറിയിച്ചു. ഗവർണറുടെ നടപടി നിയമസഭയിലുള്ള അവഹേളനമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കുറേ നാളുകളായി നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിൻ്റെ പരിതാപകരമായ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് ഗവർണർക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി സർക്കാർ എഴുതി തയ്യാറാക്കി കൊടുത്തത്. അതിൽ കാര്യമായിട്ടുള്ള ഒരു കേന്ദ്ര വിമർശനവും ഇല്ല. യഥാർത്ഥത്തിൽ കേന്ദ്രത്തിനെതിരായി ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ പേടിച്ച് പ്രക്ഷോഭണം സമ്മേളനമാക്കി മാറ്റിയ ദയനീയമായ കാഴ്ചയാണ് കണ്ടത്. നയപ്രഖ്യാപനത്തിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിക്കുന്നത് പ്രഖ്യാപനം വായിച്ചതിന് തുല്യമാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണോ ഗവർണർ അങ്ങനെ വായിച്ചത് എന്നറിയില്ല. സർക്കാരിന്റെ കാഴ്ചപ്പാട് കൃത്യമായി അവസാന ഖണ്ഡികയിൽ ഉണ്ടായിരുന്നുവെന്നും അത് ഗവർണർ വായിച്ചിട്ടുണ്ടെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് അപ്രൂവ് ചെയ്തു. അതിന്ന് അദ്ദേഹം അവിടെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിച്ചു. അപ്പോൾ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നയപ്രഖ്യാപനം വായിച്ചായിട്ടുള്ളതാണ്. പിന്നെ അവസാനത്തെ വായിച്ച ഭാഗത്തിനകത്ത് അതിന്റെ ആറ്റിക്കുറുക്കിയ അന്തസത്ത അവസാനത്തെ പാരഗ്രാഫിനകത്ത് ഭംഗിയായി തന്നെ ഉണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് എന്താണ്, ഭരണഘടനയുടെ അടിസ്ഥാനത്തില ഫെഡറലിസം, ആ ഫെഡറലിസത്തിലെല്ലാം ഈ കാഴ്ചപ്പാടുകളെല്ലാം വരും. അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു വായിച്ച് മനസ്സിലാക്കി തന്നെ നന്നായി അത് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണുള്ളത്. കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാനം നിർബന്ധിതമായ സാഹചര്യം ഉൾപ്പെടെ നയപ്രഖ്യാപനത്തിൽ വിവരിച്ചിട്ടുണ്ട്. NCERT പാഠപുസ്തക പരിഷ്കരണത്തിനും നയപ്രഖ്യാപനത്തിൽ വിമർശനമുണ്ട്. നയപ്രഖ്യാപനത്തിലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കായി തിങ്കളാഴ്ച രാവിലെ 9 സഭ വീണ്ടും ചേരും. MG പ്രതീഷും ഒപ്പം സലിം മാലിക് നൽകും കൂടുതൽ വിവരങ്ങൾ. ആദ്യം MG പ്രതീഷിലേക്ക്. പ്രതീഷ്, ഇന്ന് അസാധാരണ സംഭവങ്ങൾ കണ്ടു നിയമസഭയിൽ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം അത് ഏറെ പ്രതീക്ഷ പകർന്നതാണ്. എന്തൊക്കെ കാര്യങ്ങൾ വായിക്കാതിരിക്കും, ഇതിലായിരുന്നു ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അമ്പരപ്പിച്ചുകൊണ്ട് ഒരു ഭാഗം മാത്രം വായിച്ച് ഏതാണ്ട് ഒരു 1.5 മിനിറ്റിനകം സഭ വിടുന്ന ഗവർണറെ കണ്ടു. ഇത് നേരത്തെയും ഗവർണർമാർ നയപ്രഖ്യാപനം വായിക്കാതെ പോകുന്നതും അല്ലെങ്കിൽ പകുതി മാത്രം വായിക്കുന്നതൊക്കെ നേരത്തെയും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഒരു ഇല്ലീഗാലിറ്റി ഇല്ല, അതൊരു ഇറഗുലാരിറ്റി ആണെന്ന് കോടതി വിധി പോലും ഉണ്ട്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ, അതിലെ കൃത്യമായ രാഷ്ട്രീയമുണ്ടോ? ഒപ്പം എന്തുകൊണ്ടാണ് ഗവർണർ അങ്ങനെ പെരുമാറിയത്? അത്തരം വിവരങ്ങളൊക്കെ ഈ പ്രതികരണങ്ങൾ ഉണ്ടോ? എന്താണ് ഇന്ന് സഭയിൽ സംഭവിച്ചത് പ്രതീഷ്? പ്രജിൻ, ഈ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർക്ക് കൈമാറുമ്പോൾ തന്നെ സർക്കാരിന് ചില ആശങ്കയുണ്ടായിരുന്നു. കാരണം പ്രധാനമായും കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളായിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാർ ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ അത് ഗവർണർ വായിക്കുമോ അല്ലെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ തയ്യാറാകുമോ എന്ന ഒരു ആശങ്ക സർക്കാരിനുണ്ടായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഗവർണർക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട്
നയപ്രഖ്യാപന പ്രസംഗം രാജ്ഭവന് സർക്കാർ കൈമാറിയത്. പക്ഷേ ഇത് കൈമാറുമ്പോൾ പോലും ഒരു തിരുത്തലുകൾ വരുത്താനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ട് എന്നുള്ള നിർദ്ദേശങ്ങൾ ഗവർണറുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നില്ല. അതുകൊണ്ട് സർക്കാർ തന്നെ വിചാരിച്ചിരുന്നു ഈ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായും ഗവർണർ നിയമസഭയിൽ വായിക്കുമെന്ന്. പക്ഷേ സർക്കാരിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള അസാധാരണമായ ഒരു നടപടിയായിരുന്നു ഇന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്നത്. രാവിലെ നിയമസഭയിലേക്ക് ഗവർണർ എത്തി മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന ഘട്ടത്തിൽ തുടങ്ങിയതാണ് ഗവർണറുടെ മുഖത്തെ നീരസം. മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും നോക്കാതെ മുഖ്യമന്ത്രി നൽകിയ ബൊക്ക വാങ്ങി നിയമസഭയിലേക്ക് പോകുന്നു. 1.5 മിനിറ്റിൽ താഴെ പ്രസംഗം ചുരുക്കി അത് അവസാനിപ്പിച്ചുകൊണ്ട് പിന്നീട് നിയമസഭയിൽ നിന്ന് ഗവർണർ തിരിച്ചു പോകുന്നു. നേരത്തെ പല വിഷയങ്ങളിലും സർക്കാരും ഗവർണറും തമ്മിൽ വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. സർക്കാരിനെ കടന്നാക്രമിച്ച് ഗവർണറും ഗവർണറെ കടന്നാക്രമിച്ച സർക്കാരിലെ തന്നെ മന്ത്രിമാരും അടക്കം രംഗത്ത് വന്നു. ഇതൊരു സമവായമില്ലാതെ ഈ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുന്നു. പല ഘട്ടങ്ങളിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുനയ ചർച്ചകളും അനുനയ നീക്കങ്ങളും ഒക്കെ തന്നെ ഉണ്ടായെങ്കിലും അതൊന്നും തന്നെ ഗവർണർ സ്വീകരിച്ചിരുന്നില്ല. അങ്ങനെ അത്തരത്തിലൊരു രീതിയിലേക്ക് പോകുന്നു. പക്ഷേ ഈ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കുന്നതോടുകൂടി തന്നെ ഇവർ തമ്മിലിടയിലുള്ള ഈ പ്രശ്നങ്ങൾ ഒരു മഞ്ഞുരുക്കലിലേക്ക് പോകുമെന്ന് സർക്കാരും പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു നടപടി ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും അവസാന പാരഗ്രാഫ് മാത്രമാണ് ഗവർണർ വായിച്ച് സഭയിൽ നിന്ന് പോയത്. ഇതിന് പിന്നാലെ തന്നെ ഇപ്പോൾ ഗവർണർക്കെതിരെ ചില പ്രതികരണങ്ങൾ മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് ഒരിക്കലും ഗവർണറെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണങ്ങളല്ല. ഗവർണറെ കടന്നാക്രമിക്കാതെ തന്നെ അതിൽ ഒരു രാഷ്ട്രീയം കാണുന്നില്ല എന്നും ഏതെങ്കിലും തരത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഗവർണർക്കുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കാം മുഴുവൻ പ്രസംഗവും വായിക്കാത്തത് എന്നുള്ള ഒരു മറുപടിയിൽ മാത്രമാണ് മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ ഉള്ളത്. അത് ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ തീരുമാനം കൂടി. ശരി, അതിൽ തന്നെയാണ് വേറൊരു കൗതുകമുള്ളത്. പ്രതിപക്ഷം പറയുന്നു സഭയെ ഗവർണർ അവഹേളിച്ചു എന്ന്. പക്ഷേ അപ്പോൾ പോലും ഒരു കടുത്ത പ്രതികരണം ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നത് വലിയ കൗതുകം ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഈ സലീമായി കൂടി ചെയ്തു. സലീമൊക്കെ ഈ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിച്ചില്ലെങ്കിൽ കൂടി അത് ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അതിലെ കണ്ടന്റ് എന്താണുള്ളത്? അതിൽ കേന്ദ്രത്തിനുള്ള രൂക്ഷ വിമർശനങ്ങളുണ്ട്, വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴത്തെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി, അതിന് കാരണം കേന്ദ്രമാണെന്ന് പറയുന്നു, കേന്ദ്ര അവഗണനയുണ്ടെന്ന് പറയുന്നു. ഒപ്പം മറ്റു വിഷയങ്ങളെല്ലാം തന്നെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം എന്താണ് സർക്കാർ നിലപാട് എന്ന കാര്യം അത് അവസാന ഖണ്ഡികയിലുണ്ട്. അത് തന്നെയാണ് ഗവർണർ വായിച്ചത് എന്ന് മന്ത്രി പി രാജീവ് പറയുന്നുമുണ്ട്. അപ്പോൾ എന്താണ് നയപ്രഖ്യാപന പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട കാതലായ ഭാഗങ്ങൾ? പ്രജിൻ, നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലെ കേന്ദ്ര സർക്കാർ വിമർശനമാണ്. കേന്ദ്ര സർക്കാരിനെതിരെ അത് സാമ്പത്തിക ഞെരുക്കവുമായി ബന്ധപ്പെട്ടുള്ള വിമർശനമാണ് വലിയ നിലയിൽ ഉന്നയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ സാമ്പത്തിക പണഞ്ഞെരുക്കത്തിന് കാരണം അത് കേന്ദ്ര സർക്കാരിൻ്റെ ചില നയങ്ങളാണ്. അത് വല്ലാതെ സംസ്ഥാനത്തിൻ്റെ വികസന പദ്ധതിക്ക് അപ്പുറത്തേക്ക് പണമെടുത്ത് ചിലവഴിക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും സംസ്ഥാനത്തേക്കാൾ വലിയ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള അധികാരങ്ങൾ കേന്ദ്രത്തിനുണ്ട്. അത് നൽകാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ, അത് കേരളത്തെ മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാഹചര്യമാണ്. അതാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നൊരു മറുപടി പറഞ്ഞു. മാത്രമല്ല ഈ സാമ്പത്തിക ഞെരുക്കം, സാമ്പത്തിക ഉപരോധം, ഒപ്പം GST നികുതി പിരിച്ചെടുക്കുന്നതിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, ഒപ്പം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയും വിമർശന വിധേയമാകുന്നുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ മറ്റൊരു വിഷയത്തിൽ വിമർശനം നടത്തുന്നത് NCERT പാഠപുസ്തക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ്. അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെയും മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു വിമർശനമുണ്ട്. ഒപ്പം മണിപ്പൂരിലെ പ്രശ്നങ്ങൾ, അത് മണിപ്പൂർ എന്ന് പേരെടുത്തു പറയാതെയാണ് വിമർശനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിനെ, അത് പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ അതിക്രൂരമായി ആക്രമിക്കുന്ന തരത്തിലേക്ക് ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു കേന്ദ്ര വിമർശനം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സാമ്പത്തിക ഞെരുക്കത്തെക്കുറിച്ചുള്ളൊരു വിമർശനം നിലനിൽക്കെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ കേന്ദ്രത്തെ വലിയ നിലയിൽ ഉപദ്രവിക്കാത്ത നിലയിൽ, പരുക്കേൽപ്പിക്കാത്ത നിലയിലുള്ളൊരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഗവർണർക്കായി തയ്യാറാക്കി നൽകിയത്. ഒപ്പം മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികൾ, ഒപ്പം സമീപകാലത്ത് നടന്ന കേരളീയം, നവകേരളം തുടങ്ങിയ സദസ്സുകളുടെ നേട്ടങ്ങൾ ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രജിൻ, ശരി, എന്തായാലും നന്ദി. പ്രമേയം ഉണ്ടാവുക അത് തിങ്കളാഴ്ചയാണ്, ഇനി സഭ ചേരുമ്പോൾ. സലീം മാലിക്കും MG പ്രതീഷുമാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. മുതിർന്ന BJP നേതാവ് O രാജഗോപാൽ പത്മഭൂഷൺ പ്രഖ്യാപനത്തിനുള്ള അന്തിമ പട്ടികയിൽ എന്ന വാർത്ത വരുന്നു. പൊതുപ്രവർത്തകർ എന്ന വിഭാഗത്തിലാണ് O രാജഗോപാലിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദീപക് ധർമ്മടം നൽകും കോഴിക്കോട് എന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. ദീപക്, O രാജഗോപാൽ BJPയിലെ മുതിർന്ന നേതാവാണ്. പക്ഷേ സമീപകാലത്തെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ അത് BJPക്ക് എതിരായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു, അത്തരം റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ O രാജഗോപാലിനെ പത്മഭൂഷൺ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. വിവരങ്ങൾ?
പ്രജിൻ, ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാവ്, ഒരുപക്ഷെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഴയ നേതാക്കളിൽ ഒരാൾ ഒ രാജഗോപാലാണ്. ആ ഒ രാജഗോപാലിനെയാണ് പത്മഭൂഷൺ പട്ടികയിലേക്ക് കേന്ദ്ര സർക്കാർ പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം MHAയിലെ നിന്നും ഒ രാജഗോപാലിന് ഇതുമായി ബന്ധപ്പെട്ട സന്ദേശം ലഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല, നേരത്തെ തന്നെ IB-യും മറ്റ് ഏജൻസികളെല്ലാം തന്നെ ഈ പത്മ പട്ടികയിലെ പരിശോധന നടത്തുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ അനുവാദം വാങ്ങിക്കുക എന്ന ഔപചാരികമായ ചടങ്ങിലേക്ക് പോലും, ഔപചാരികമായ നടപടികളിലേക്ക് പോലും കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ നിന്നും ഏറ്റവും മുതിർന്ന ഒരു പൊതുപ്രവർത്തകനെ പത്മഭൂഷൺ പട്ടികയിലേക്ക് കൊണ്ടുവരുന്നു. അന്തിമ പട്ടികയായി ഇന്ന് രാത്രിയായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. ഒരുപക്ഷെ നേരത്തെ ഈ രീതിയിൽ രാഷ്ട്രീയ രംഗത്തു നിന്നും പത്മഭൂഷൺ പട്ടികയിലേക്ക് കേരളത്തിൽ നിന്നും BJP നേതാക്കൾ ആരും തന്നെ പോയിട്ടില്ല. കഴിഞ്ഞ 2 ടേം BJP സർക്കാരിന്റെ കാലഘട്ടത്തിലും രാഷ്ട്രീയ നേതാക്കൾ ആരും തന്നെ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ നിന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഒ രാജഗോപാൽ ജനസംഘകാലം മുതൽ സ്ഥാപക നേതാവ് എന്നുള്ള നിലയിൽ അറിയപ്പെട്ടു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, കേന്ദ്ര സഹമന്ത്രി, റെയിൽവേ സഹമന്ത്രി എന്നുള്ള നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പോലും അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം അത് സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കാനുള്ളതാണ് എന്ന നിലപാടാണ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിന്റെ അമൃതം ഗമയ എന്ന ആത്മകഥയിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നിസ്വാർത്ഥ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് ഒ രാജഗോപാലിനെ പത്മഭൂഷൺ പട്ടികയിൽ, പത്മ ശ്രേണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ പത്മഭൂഷൺ അംഗീകാരത്തിലേക്ക് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തു അന്തിമ പട്ടികയിൽ എത്തിയിരിക്കുന്നത്. പ്രജിൻ, ശരി. ദീപക് ധർമ്മമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മസാല ബോണ്ട് കേസിൽ കിഫ്ബിക്ക് തിരിച്ചടി. സമൻസിന് മറുപടി നൽകിയേ തീരുവെന്നും ED അന്വേഷണം തടയില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തുടർച്ചയായ സമൻസിലൂടെ ED ഉപദ്രവിക്കുന്നുവെന്നായിരുന്നു കിഫ്ബിയുടെ ആരോപണം. അന്വേഷണത്തോട് കിഫ്ബി സഹകരിച്ചാൽ കേസ് വേഗം തീർക്കാമെന്ന് ED അറിയിച്ചു. ED സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ കിഫ്ബി സാവകാശം തേടിയിട്ടുണ്ട്. ഹർജി അടുത്ത മാസം 1-ന് പരിഗണിക്കും. നിയമലംഘനം ഉണ്ടായിട്ടില്ലെന്നും നിയമവിധേയമായാണ് മസാല ബോണ്ട് ഇറക്കിയതെന്നും ഡോക്ടർ TM തോമസ് ഐസക് ഇന്നും ആവർത്തിച്ചു. ഞങ്ങളുടെ വാദം മസാല ബോണ്ട് ഇറക്കിയിട്ടില്ലെന്നല്ല, ഇറക്കിയത് നിയമപരമായിട്ടാണ്. നിയമലംഘനം ഇങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും എന്നാ കഴിയുന്ന വിശദീകരണം കൊടുക്കാം. ഇനി ആ രേഖ ED കാണിച്ചത് എന്താ വിശദീകരിക്കുന്നത്? ഒന്ന്, കിഫ്ബി ബോർഡ് ആരെങ്കിലും ഒരു മന്ത്രി പറഞ്ഞാൽ ചെയ്യണ ഒരു വേദിയല്ല. സ്വതന്ത്രമായിട്ട് നിർഭയം ചർച്ച ചെയ്യുകയും പ്രൊഫഷണലായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു സമിതിയാണ്. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്രീകാന്ത്, വീണ്ടും അതേ മറുപടി മുൻ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇന്നിപ്പോൾ കോടതിയിൽ കിഫ്ബിയുടെ ഹർജിയാണ് പരിഗണിക്കപ്പെട്ടത്. പക്ഷേ അവരുടെ വാദങ്ങൾ, അവകാശങ്ങളെല്ലാം തന്നെ കോടതി തള്ളുകയാണ്. എന്തിനാണ് കിഫ്ബി EDയെ ഭയപ്പെടുന്നതെന്ന് കോടതി ചോദിക്കുന്നു. ഒപ്പം സമൻസ് അയച്ച് ഉപദ്രവിക്കുന്നു എന്ന വാദം മുഖവിലക്കെടുക്കുന്നേയില്ല. നേരത്തെ ഹാജരാക്കിയ രേഖകൾ വീണ്ടും വീണ്ടും ഹാജരാക്കാൻ പറയുന്നു. അതെന്തിനാണ് എന്ന് കിഫ്ബി ചോദിക്കുന്നു. പക്ഷേ ED പറയുന്നു, കൃത്യമായി കാര്യങ്ങൾ പറയൂ, കാര്യങ്ങൾ അവതരിപ്പിക്കൂ, കാര്യങ്ങൾ സമർപ്പിക്കൂ രേഖകളായി, അങ്ങനെയെങ്കിൽ വേഗം കേസ് തീർക്കാമെന്ന് പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹർജിയിലൂടെ ഉദ്ദേശിച്ചത്? ഈ സമൻസിലെ ഉള്ളടക്കം എന്താണ്? പ്രജിൻ, ഇന്ന് കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം അത്ര കൊള്ളാവുന്ന ഒരു ദിവസമായിരുന്നില്ല ഹൈക്കോടതിയിൽ. കാരണം ഇന്ന് ഈ കേസ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലേക്ക് ആദ്യം എത്തുമ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം, നിങ്ങൾ എന്തിനാണ് ഈ സമൻസിനെ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഈ ആളുകളൊക്കെ തന്നെ ഈ സമൻസിന് നിങ്ങൾ എന്തായാലും മറുപടി കൊടുത്തേ തീരൂ. ഒന്നുകിൽ രേഖ സമർപ്പിക്കുമെന്ന് മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ സമർപ്പിക്കില്ല എന്ന് മറുപടി കൊടുക്കണം. ഇങ്ങനെ അനിശ്ചിതമായി ഇത് നീട്ടാൻ സാധിക്കില്ല. ഒരു കാരണവശാലും EDയുടെ അന്വേഷണം തടസ്സപ്പെടുത്തില്ല എന്നും അടിവരയിട്ട് പറയുകയുണ്ടായി കോടതി. മാത്രമല്ല, കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ഈ അന്വേഷണത്തിൽ നിങ്ങൾ കുറ്റക്കാരാണെന്ന് ED പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു നടപടി ഉണ്ടാകുമെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ രേഖകൾ കൈമാറുന്നതിന് ഇത്ര തടസ്സം എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. തുടർന്ന് ഈ കിഫ്ബി നൽകിയ മറുപടി, തങ്ങളെ പീഡിപ്പിക്കുകയാണ്, ഉപദ്രവമാണ് ഈ നടക്കുന്നത്, 6 തവണ സമൻസ് നൽകി, എല്ലാ ഉദ്യോഗസ്ഥരും അന്വേഷണത്തിന് ഹാജരായി, തങ്ങളുടെ ഓഫീസിൽ റെയ്ഡ് നടത്തി, ഇതിങ്ങനെ മുന്നോട്ട് പോകാനാകില്ല എന്ന് കിഫ്ബിയും ഇന്ന് കോടതി മുമ്പാകെ അറിയിച്ചു. പക്ഷേ ED പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾക്കും ആഗ്രഹമില്ല, ഈ അന്വേഷണത്തോട് സഹകരിച്ചാൽ വേഗം ഇതങ്ങ് തീർക്കാം. മുൻപും ഫെമ കേസിൽ നിരവധി പ്രമുഖർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്, അന്വേഷണം നടത്തിയിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്, വെറുതെ വിട്ടയച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ അന്വേഷണത്തോട് സഹകരിക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയുമില്ല എന്ന് EDയും വ്യക്തമാക്കി. പിന്നാലെ കോടതിയും അതേ നിലപാടെടുത്തു, സഹകരിച്ചേ തീരൂ അന്വേഷണത്തോടെന്ന് പറഞ്ഞു. തുടർന്ന് കിഫ്ബി സമയം ചോദിച്ചു, ഫെബ്രുവരി 1 കേസും മാറ്റി. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.
നയപ്രഖ്യാപന പ്രസംഗത്തിലെ LDFന്റെ നിലപാടുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നു. നയപ്രഖ്യാപന പ്രസംഗം ചുരുക്കിയ നടപടിയിൽ ഗവർണറുമായി ഏറ്റുമുട്ടൽ വേണ്ട എന്ന് LDFന്റെ തീരുമാനം വരുന്നു. പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഈ തീരുമാനം. ഗവർണർ വന്ന് പ്രസംഗിച്ചു എന്നത് അനുകൂലമായി കണ്ടാൽ മതിയെന്നാണ് യോഗത്തിലുണ്ടായ വിലയിരുത്തൽ. ഷഫീദ് റാവുത്തർ നൽകും അതിന്റെ വിശദാംശങ്ങൾ. ഷഫീദ്, അങ്ങനെ ഒരു വലിയ പോരിലേക്ക് പോകണ്ട എന്ന് LDF ഈ ഘട്ടത്തിൽ തീരുമാനിക്കുന്നു. കാരണം ഗവർണർ വന്ന് പ്രസംഗിച്ചു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഒപ്പം അതിലെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഒരു കാര്യവും ഒഴിവാക്കിയിട്ടില്ല. ഒപ്പം സർക്കാരിനെതിരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് LDF വന്നു എന്നാണോ കരുതേണ്ടത്? പ്രജിനി, ഈ വിഷയത്തിൽ മാത്രം ഗവർണറെ കൂടുതൽ കടന്നാക്രമിക്കേണ്ടതില്ല എന്നുള്ളതാണ് LDFന്റെ ഇപ്പോഴത്തെ നിലപാട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം AK സെന്ററിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ മന്ത്രിമാരുടെ പ്രതികരണം, മന്ത്രി സജി ചെറിയാനാണെങ്കിലും വി ശിവൻകുട്ടിയാണെങ്കിലും K രാജനാണെങ്കിലും P രാജീവാണെങ്കിലും ഗവർണറെ കാര്യമായി വിമർശിക്കാതെ, നേരത്തെ നമ്മൾ ഈ നവകേരള സദസ്സിന് സമയത്തൊക്കെ മന്ത്രിമാർ, ഈ പേര് പറഞ്ഞ മന്ത്രിമാർ തന്നെ ഗവർണറെ കാര്യമായി വിമർശിക്കുന്നത് കണ്ടാണ്. പക്ഷേ അത്തരത്തിലുള്ള പരസ്യ വിമർശനമൊന്നും ഉണ്ടായിരുന്നില്ല മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന്. അവർ പറഞ്ഞത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സാധാരണ ഇങ്ങനെ ചെയ്യാറ്. പക്ഷേ ഗവർണർ ഇത് സ്വാഭാവികമായും ഒരു ഭാഗമെങ്കിലും വായിച്ചതുകൊണ്ട് അത് നിയമസഭയുടെ രേഖയായി മാറിയെന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ വിവരം പുറത്തു വരുന്നു. അതായത് ഗവർണറുമായി ഏറ്റുമുട്ടൽ വേണ്ടെന്ന് LDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. ഗവർണർ വന്ന് പ്രസംഗിച്ചു എന്നത് അനുകൂലമായി കണ്ടാൽ മതി. പ്രസംഗത്തിലെ ഭാഗങ്ങളൊന്നും ഒഴിവാക്കിയിട്ടില്ല. സർക്കാരിനെതിരെ ഗവർണർ ഒന്നും പറഞ്ഞതുമില്ല. സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ ഉപാധികൾ വെച്ച് സമ്മർദ്ദപ്പെടുത്താൻ ഗവർണർ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഗവർണറെ വിമർശിച്ച് വിവാദം ആളിക്കത്തിക്കേണ്ടതില്ല എന്നുള്ളതാണ് LDFന്റെ ഇപ്പോഴത്തെ തീരുമാനം. അതുതന്നെയാണ് മന്ത്രിമാരുടെ പ്രതികരണത്തിൽ നമ്മൾ മനസ്സിലാക്കിയതും. മറ്റൊരു വിലയിരുത്തൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് LDFന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നിയമസഭാ സമ്മേളനം അവസാനിക്കും വരെ ഗവർണറുമായി പരസ്യമായ ഒരു പോരിലേക്ക് കടക്കണ്ട എന്നുള്ള വിലയിരുത്തൽ കൂടി LDFന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു വിലയിരുത്തലായി വരുന്നുണ്ട്. പ്രജിൻ, ശരി, എന്തായാലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ അതിൽ തിരുത്തലുകൾ വരുത്തിയിട്ടില്ല എന്നത് മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ LDF ഈ രീതിയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് വന്നതെന്നാണ് ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നൽകിയ വിവരങ്ങൾ. കോൺഗ്രസുമായി സഖ്യത്തിനില്ല എന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തിനിടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ബംഗാളിലാണ്. അസമിൽ യാത്രക്കിടെയുണ്ടായ സംഘർഷങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ എടുത്ത കേസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയിട്ടുണ്ട്. അതിനിടെ മമതാ ബാനർജിക്ക് എതിരെ ബംഗാൾ CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം രംഗത്ത് വന്നു. BJPയുടെ ഉപദേശപ്രകാരമാണ് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചതെന്നും കോൺഗ്രസിനെ വിഭജിക്കുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് പുതിയ ആരോപണം. ബൽറാം റിങ്ങാട് നൽകും ഡൽഹിയിൽ നിന്നും അതിന്റെ വിശദാംശങ്ങൾ. ബൽറാം, കോൺഗ്രസുമായി കൂട്ടുന്നില്ല എന്ന് മമത പറയുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ന്യായ് യാത്ര ബംഗാളിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ തൃണമൂലിന് ക്ഷണമുണ്ട്, CPMന് ക്ഷണമുണ്ട് അവിടെ. പക്ഷേ അവർ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായോ? കോൺഗ്രസിനെയും CPMനെയും ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും മമതാ ബാനർജി പറഞ്ഞത് തന്നെ ഇതുവരെയും യാത്രയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ്. CPM മമതയുടെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഇല്ലെങ്കിൽ മാത്രമേ തങ്ങൾ യാത്രയ്ക്ക് പങ്കെടുക്കൂ എന്ന് CPM വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെയാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം മമതയ്ക്കെതിരെയും തൃണമൂൽ കോൺഗ്രസിനെയും കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മമത സ്ഥിരമായി നിലപാടില്ലാത്ത നേതാവാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. BJPയുടെ ഉപദേശപ്രകാരമാണ് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചത് എന്നതും കോൺഗ്രസിനെ തകർക്കുകയായിരുന്നു ലക്ഷ്യമെന്നും അതിനായി BJPയുടെയും RSSന്റെയും നിർദ്ദേശമനുസരിച്ചാണ് മമത കോൺഗ്രസ് പിളർത്തി തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചത് എന്നുമുള്ള നിലപാടാണ് മുഹമ്മദ് സലീം വ്യക്തമാക്കിയിരിക്കുന്നത്. മമത ഈ സഖ്യത്തിനില്ല എന്ന് വ്യക്തമാക്കിയതിനൊപ്പം ഏത് പാർട്ടിക്കും സ്വന്തം തീരുമാനമെടുക്കാം എന്ന പ്രതികരണമാണ്. ശരി, എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ചർച്ചയായി മാറാവുന്ന ഒരു യാത്ര അത് ബംഗാളിൽ എത്തുമ്പോൾ അതിൽ അവിടെ മമതാ ബാനർജിയുടെ ഭാഗത്തും CPMന്റെ ഭാഗത്തും ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ഇതോടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്.